നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത് വലിയ വിമർശനങ്ങളാണ് എന്നൊക്കെ കേൾക്കുന്നു. ഈ LDFന് ശേഷം പുറത്തേക്കിറങ്ങി വന്ന ജോസ് കെ മാണി പറഞ്ഞ കാര്യങ്ങളും കേട്ടു. സമഗ്ര പരിശോധന നടത്താനാണ് CPMന്റെ തീരുമാനമെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? LDF യോഗത്തിൽ ഈ കാരണങ്ങൾ എന്തൊക്കെയാണ്, തോൽവി സംബന്ധിച്ചുള്ള കാരണങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്നാണ്. പരാജയത്തിന് പലവിധമായ കാരണങ്ങൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് വ്യക്തിപരമായി തനിക്കെതിരെ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അത് ഉണ്ടായിട്ടുണ്ട്. അതാണ് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ തോൽവിയിലേക്ക് നയിച്ചത് എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽ ചേർന്ന LDF യോഗത്തിലെ എല്ലാ നേതാക്കളും, എല്ലാ ഘടകകക്ഷിയിലെ എല്ലാ നേതാക്കളും തന്നെ പങ്കെടുക്കുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്ന തീരുമാനം പോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും അവരവരുടെ യോഗങ്ങൾ ചേർന്നുകൊണ്ട് പരാജയ കാരണം വിലയിരുത്തുകയും അതിനുശേഷം അടുത്ത 15-ാം തീയതിക്ക് ശേഷം ജൂൺ 15 ശേഷം വീണ്ടും യോഗം ചേരുന്നുണ്ട്, LDF യോഗം ചേരുന്നുണ്ട്. അതിൽ വേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത പിടിച്ചുപറ്റിക്കൊണ്ട് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള മാറ്റങ്ങൾ, അത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നത് സംബന്ധിച്ച അക്കാര്യത്തിൽ തീരുമാനം LDF യോഗത്തിലടക്കം ഉണ്ടാവുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ ജോസ് കെ മാണിയുടെ അടക്കം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ അടക്കം ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് മാണി വിഭാഗത്തിന് എതിരെയുള്ള ഒരു അൻപു ജോസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണത്തിലടക്കം അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന രീതിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനു മുമ്പ് അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് പോലും തങ്ങളും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോൾ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കും അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇടതുമുന്നണി യോഗം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രജിത്ത്.